എന്തൊക്കെയാണല്ലേ നമ്മൾ ഈ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആരാണ് ആദില നൂറയെ വിളിച്ചത്. ഫൈസൽ മലബാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പറയുന്നത് ഫൈസൽ മലബാർ അല്ല വിളിച്ചതെന്ന്. അത് എനിക്കറിയാം ആര് വിളിച്ചതെന്ന്, അത് ഞാൻ ക്ലിയറായി കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹം ഈ പറയുന്ന ആദില നൂറയെ ഇത്രയധികം വിമർശിക്കാനുള്ള കാരണം. ഓക്കെ, പിന്നീട് ഫൈസൽ മലബാർ എന്തുകൊണ്ട് ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു കാര്യം എഴുതി വിട്ടു, അതിനുശേഷം 4 മണിക്കൂറിന് ശേഷം എന്തുകൊണ്ടാണ് ഫൈസൽ മലബാർ അതിനെ പിൻവലിച്ചത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം ഒരു കാര്യം പറയുകയാണ്, ആരാണ് ആദില നൂറയെ വിളിച്ചത്. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഈ പറയുന്ന ഫൈസൽ മലബാറിന് എത്രയധികം ബിസിനസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ബിസി മാനാണ്. അദ്ദേഹം ഒരൊറ്റ സെലിബ്രിറ്റിയെ പോലും വിളിച്ചിട്ടില്ല, വിളിച്ചത് അദ്ദേഹത്തിൻ്റെ മാനേജേഴ്സാണ്. ചെറിയൊരു എക്സാമ്പിൾ രീതിയിൽ ഞാൻ പറയാം. അദ്ദേഹത്തിന് 15 മാനേജേഴ്സാണ്, മെയിൻ മാനേജേഴ്സ് ഉണ്ടെങ്കിൽ ആ മാനേജേഴ്സിന് ഇത്ര അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏകദേശം 10-50 സ്റ്റാഫുകൾ ഉണ്ടാവും. ആ സ്റ്റാഫുകളാണ് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സെലിബ്രിറ്റികളെ വിളിക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് ബിഗ് ബോസിൽ നിന്നുള്ള മേഖലയിൽ എല്ലാവർക്കും വിളിക്കും, പറ്റുന്നവർ ഫ്രീ ഉള്ളവർ വരും. മറ്റേ സൈഡിൽ നിന്ന് സിനിമാ മേഖലയിൽ നിന്ന് ആൾക്കാർ വരും. എല്ലാവർക്കും അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫൈസൽ മലബാർ മാനേജേഴ്സിനോട് പറയുന്നത് ഈ പ്രോഗ്രാമിൽ ഇത്ര അതിഥികൾ വേണം, അതായത് സിനിമാ മേഖലയിൽ നിന്നുള്ള ഇത്ര ആൾക്കാർ എന്തായാലും വേണം, ബിഗ് ബോസ് സൈഡിൽ നിന്നും വേണം, ഇൻഫ്ലുവൻസർ സൈഡിൽ നിന്നും വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഇത്ര നിങ്ങൾ വിളിക്കൂ, പേരും കാര്യങ്ങളൊന്നും ഫൈസൽ മലബാർ കൊടുക്കുന്നില്ല. അതിനുശേഷം ഈ പറയുന്ന മാനേജേഴ്സാണ് ആദില നൂറ ഉൾപ്പെടെയുള്ള എല്ലാവരെയും വിളിക്കുന്നത്. അപ്പോൾ ഫൈസൽ മലബാർ ചെയ്തത് ശരിയായോ? അതിനുള്ള ഉത്തരം ഞാൻ പറയുകയാണ്. ഇപ്പോൾ ആദില നൂറ വന്നു കഴിഞ്ഞു, ഫൈസൽ മലബാറിന് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഫൈസൽ മലബാർ എന്ത് ചെയ്യണം? ഫൈസൽ മലബാർക്ക് അവർ വന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, വന്നു കഴിഞ്ഞല്ലോ, അവർക്ക് കാണിക്കുന്ന സൽക്കരണം എന്തെങ്കിലും കൊടുത്തിട്ട് അവരെ ഒഴിവാക്കാമായിരുന്നു. എന്തുകൊണ്ട് അവരുടെ ഒപ്പം നിന്നുള്ള ഫോട്ടോ ഫൈസൽ മലബാർ പുറത്തു വിട്ടു? അതാണ് പ്രശ്നം വന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് പ്രശ്നം വന്നത്, നമുക്ക് അതിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഫൈസൽ മലബാറിൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത്, ആ നാട്ടുകാർ എന്ന് പറയുന്നത് മുസ്ലിം സമൂഹമാണ് കൂടുതലായിട്ടുള്ളത്. കാരണം അദ്ദേഹം ഏറ്റവും കൂടുതൽ മുസ്ലിം പെൺകുട്ടികളെ 1 രൂപ പോലും മേടിക്കാതെ കല്യാണം കഴിച്ച് ഫ്രീ ആയി കൊടുത്ത ഒരാളാണ്. ഇസ്ലാം മതം വിശ്വാസിയാണ്. അപ്പോൾ കുറേ പേര് മുസ്ലിം നല്ല രീതിയിൽ മതം ഫോളോ ചെയ്യുന്നവർക്ക് ആദില നൂറയെ കണ്ണെടുത്താൽ കാണൂല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ കുറേ പേര് ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് താഴെ കമൻ്റ് ഇടുകയാണ്, എന്തിനാണ് നിങ്ങൾ ആദില നൂറയെ വിളിച്ചത്? ആദില നൂറ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് അവർ തരുന്നത്? പെണ്ണും പെണ്ണുമായിട്ട് ജീവിക്കുന്നത് നമ്മുടെ മതത്തിന് തന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ എന്നാണ് ഫൈസൽ മലബാറിനോട് ഈ പറയുന്ന കുറേ മുസ്ലിം സുഹൃത്തുക്കൾ ചോദിച്ചത്. അതുകൊണ്ട് ഫൈസൽ മലബാറിന് നിരവധി കോൾ വരികയും അദ്ദേഹത്തിന് കുറേ സൈബർ ആക്രമണം വരികയും ചെയ്തപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇത് എൻ്റെ അറിവോട് കൂടി അല്ല എന്ന് ഫേസ്ബുക്കിൽ കുറിക്കുകയാണ്. അതിൽ ഒരു സത്യമുണ്ട്. ഓക്കെ, കാരണം ഞാൻ പറയാം. അതായത് ഈ പറയുന്ന ആരൊക്കെ വരണം ആരൊക്കെ പോകണമെന്ന് നിങ്ങളെല്ലാവരും തീരുമാനിക്കുന്നത് ഫൈസൽ മലബാർ ആണെങ്കിലും പക്ഷേ ക്ഷണിക്കുന്നത് മാനേജേഴ്സാണ്. ഇദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ എവിടെ നിന്നാണ് സമയം? ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മളൊരു ഹോട്ടൽ ഇട്ടു, ഇപ്പോൾ നിങ്ങളൊരു ഹോട്ടൽ ഇട്ടു, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു 10 സ്റ്റാഫ് ഉണ്ട്. ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു ഈച്ച വന്ന് വീണു. അവർ കേസിന് പോയാൽ ആർക്കാണ് കേസാവുന്നത്? അതിൻ്റെ ഓണർക്കാണ്. ഒരു പക്ഷേ ഓണർ അവിടെ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഓണർ ആ മേഖലയിൽ തന്നെ ഉണ്ടാവുമല്ലോ, ഓണറുടെ പേരാണ് പോകുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുഹമ്മദിൻ്റെ പേരിലാണ് ഹോട്ടൽ, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ പേരിലാണ് ഹോട്ടൽ, അല്ലെങ്കിൽ വിൻസെൻറ്റിൻ്റെ പേരിലാണ് ഹോട്ടൽ. അപ്പോൾ പറയുന്നത് എന്താണ്? വിൻസെൻറ്റിൻ്റെ ഹോട്ടലിൻ്റെ ഫുഡ് ആരും കഴിക്കാനുണ്ട്, അതിലൊരു ഈച്ച കിട്ടി. അങ്ങനെയാണ് വാർത്ത വരുന്നത്. ഇവിടെ ഈ പറയുന്ന ഫൈസൽ മലബാറിൻ്റെ സ്റ്റാഫുകളാണ് വിളിച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനി എൻ്റെ ചോദ്യം, ഇത് ശരിയാണോ? ഫൈസൽ മലബാർ ഈ കാണിച്ചത് ശരിയാണോ? 100% 101% തെറ്റാണ്. ഒരാളെ പോലും അങ്ങനെ വിമർശിക്കാൻ പാടില്ല. ഇപ്പോൾ ആദില നൂർ അവരൊരു മനുഷ്യ സ്ത്രീകളല്ലേ, ഇപ്പം നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യന്മാരാണ്. വിളിച്ചു കഴിഞ്ഞു, വന്നു കഴിഞ്ഞു, അതിനുശേഷം ഇത് അപമാനിക്കണ്ടേ? ഇത് ആദില നൂർക്ക് വലിയ പ്രശ്നമാണ്. അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തത്രയും വലിയൊരു ടെൻഷനാവും ഈ ഒരൊറ്റ വിഷയത്തിൽ. നിങ്ങൾ ചില്ലര കാര്യമെന്ന് കരുതണ്ട. അതായത് അവരുടെ ഹൃദയം പൊട്ടിയിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ അത് തെറ്റെന്നാണ് ഫൈസൽ മലബാറിനോട് ഞാൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഒരു സോറി അടക്കം ചോദിക്കണം. ഇപ്പോൾ ഫൈസൽ മലബാർ പറയുന്നത് എനിക്ക് അറിയില്ലായിരുന്നു, ഇവർ വന്ന കാര്യം, ഇവരെ വിളിച്ച കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്നാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ? നിങ്ങളുടെ സ്റ്റാഫാണ് വിളിച്ചത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കുറിപ്പും കൂടി ഇടാം. അതായത് എന്നെ ഇങ്ങനെ ആക്രമിക്കണ്ട. അതായത് ഈ ആദില നൂറ വന്നതിന് ശേഷം ഫൈസൽ മലബാറിനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നല്ല അറ്റാക്ക് വരുമ്പോൾ ഒരു പോസ്റ്റ് ഈ പറയുന്ന ഫൈസൽ മലബാറിന് ഇടാം. അതായത് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ ഇതിൽ മതം കൊണ്ടുവരുന്നില്ല, അതായത് അതിഥികളായിട്ടാണ് എല്ലാവരെയും കണ്ടത്, അങ്ങനെ പറഞ്ഞൊരു പോസ്റ്റോ വേണമെങ്കിൽ ഇടായിരുന്നു. പൊന്നുപ്രേക്ഷകരെ, ആരാണ് ഫൈസൽ മലബാർ? അതും കൂടി പറഞ്ഞിട്ട് ഞാൻ കുറച്ചും കാര്യങ്ങൾ കൂടി പറയാം.
അതായത് ഈ ഫൈസൽ മലബാർ കുറേ പേരെ സഹായിച്ചിട്ടുണ്ട്, വീട് കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇഷ്ടം പോലെ സഹായങ്ങളാണ് ഈ ഫൈസൽ മലബാർ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ അത്ര പെട്ടെന്ന് തള്ളിപ്പറയാനും സാധിക്കൂല. ഇത്ര കൊല്ലം കൊണ്ട്, ഇത്ര വർഷം കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത ഈ ഒരു വലിയ പേരുണ്ടല്ലോ, ഒരൊറ്റ പോസ്റ്റ് ഇല്ലാതായെന്നേ സത്യം പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഇടയ്ക്ക് പറയുകയാണ്, എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹം ഈ പറയുന്ന ആദില നൂറെ ആക്സെപ്റ്റ് ചെയ്യാത്തത്? ഒരു കാര്യം, മുസ്ലിം മതപ്രകാരം ആണുമാണുമായിട്ടോ പെണ്ണുമായിട്ടോ ജീവിക്കുന്നത് ഒരു സൈഡിൽ തെറ്റാണ്. അതിനുശേഷം ഈ പറയുന്ന ഇപ്പോൾ സൊസൈറ്റി നിയമം അനുസരിച്ച് നമ്മളെല്ലാവരും കല്യാണം കഴിക്കുന്ന ആണും പെണ്ണുമായിട്ട് അങ്ങനെയല്ലേ ഇവർ ഇങ്ങനെ ജീവിക്കുന്നു. അതുമല്ലാതെ ഈ ആദില നൂറ ഈ പറയുന്ന റമദാൻ മാസം മുസ്ലിം സുഹൃത്തുക്കൾ, അതായത് മുസ്ലിം സമുദായത്തിലുള്ള എല്ലാവരും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു മാസമാണ് റമദാൻ മാസം. ആ റമദാൻ മാസത്തിൽ ഈ പറയുന്ന ആദില നൂറ എന്ത് ചെയ്യുന്നു, ഓപ്പൺ പകൽ സമയത്തൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ദൈവത്തോട് വിശ്വാസമില്ല. അത് വേണമെങ്കിൽ ഞാൻ തെളിയിക്കാം. ഓക്കെ, ഇത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവർ പറയുന്ന ഒരു ക്ലിപ്പിൻ്റെ സൈഡൊക്കെ വെച്ചിട്ട് ഒരു വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന്, അതായത് ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു എക്സാമ്പിളാണ്, എനിക്കൊരു മതമില്ല, ഇപ്പോൾ എനിക്കൊരു വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടാണ്ടിരിക്കണം. ഞാൻ ഹിന്ദുക്കളുടെ മതത്തെക്കുറിച്ച് ഞാൻ അപമാനിക്കാൻ പാടില്ല, ക്രിസ്ത്യനെയും അപമാനിക്കാൻ പാടില്ല, മുസ്ലിമിനെയും അപമാനിക്കാൻ പാടില്ല. നമ്മൾ മിണ്ടാണ്ടിരിക്കണം. അവർ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന വിളിച്ച് പറയാം. ഓക്കെ, ഈ പറയുന്ന ആദില നൂറ അതായത് ഈ റമദാൻ മാസത്തിലൊക്കെ വെറുതെ എന്തൊക്കെയോ വൃത്തികേട് വിളിച്ച് പറയുകയാണ് യൂട്യൂബിൽ. അതുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ഇവരോട് വെറുപ്പ് വരാനുള്ള കാരണം. ഓക്കെ, പൊന്നു പ്രേക്ഷകരെ, അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ ഇടം വരാം. ഓക്കെ.